മരങ്ങളും ഓരോ ഇടത്ത് വയ്ക്കുവാൻ ധാരാളമുണ്ട് കാരണങ്ങൾ. ആര്യവേപ്പ് പറമ്പിന്റെ ഏറ്റവും അറ്റത്ത് അതിരിലാണ് വെക്കേണ്ടത്. ഈ നക്ഷത്രവൃക്ഷങ്ങളുടെ ഏറ്റവും ആദ്യം വരുന്ന മരം തന്നെ കാഞ്ഞിരമാണ്. കാഞ്ഞിരത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് വൃക്ഷായുർവേദത്തിൽ. കാരണം കീടവിമുക്ത കൃഷി എന്ന് പറയുന്ന ഈ കൃഷി സമ്പ്രദായം ഭാരതത്തിൽ ഉൾപ്പെടുമ്പോൾ അവിടെ കാഞ്ഞിരത്തിന് വലിയ സ്ഥാനമുണ്ട്. തേനീച്ചകൾ കാഞ്ഞിരത്തിന്റെ അല്പം വിഷാംശം കലർന്ന തേൻ നുകർന്നതിന് ശേഷം മാവ് പോലുള്ള മരങ്ങളിലെ പൂക്കളുടെ തേൻ രുചിക്കുമ്പോൾ അതിൽ വിഷാംശം പകരുവാനിടയാകും. അപ്രകാരമുണ്ടാകുന്ന പ്രതിരോധം മാമ്പൂക്കളിലും മറ്റും കീടങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാക്കുന്നു. ഇത് കീടനിയന്ത്രണത്തിന് പ്രാചീനരുടെ ലളിതവും ശാസ്ത്രീയവുമായ ഒരു സംവിധാനമാണ്. കൃഷിയിടം എള്ളു വിതച്ച് വളർത്തി കൃഷി ആരംഭിക്കുന്നതിന് മുൻപേ പുഷ്പിക്കുമ്പോൾ അത് മണ്ണിൽ ഉഴുതു ചേർക്കുന്നു. ഇപ്രകാരം കീടവിമുക്തമാകുന്ന നമ്മുടെ പാരമ്പര്യ കൃഷിരീതി നമുക്ക് എന്നേ അറിയപ്പെടാത്തതായി. എത്രയേറെ ആഗ്രഹമുണ്ടായാലും നട്ടുപിടിപ്പിക്കുവാൻ ഇടമില്ലെങ്കിൽ റോഡരികിൽ ഗതാഗത തടസ്സമില്ലാതെ നേരത്തെ പറഞ്ഞ മരങ്ങൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വലുതാകുമ്പോൾ സർക്കാരിന് സ്വത്താകുന്നതുപോലെ നമുക്ക് നല്ല സാമീപ്യവും സംരക്ഷണവും നൽകും. തുണ്ടുഭൂമി മാത്രമുള്ളവർക്കും വാസ്തുശാസ്ത്രം പ്രത്യേക തരത്തിൽ പ്രകൃതി പരിപാലനം നിർദ്ദേശിക്കുന്നുണ്ട്. വിവിധയിനം വാഴകൾ, മുല്ല പോലെയുള്ള വള്ളികൾ, വെറ്റിലക്കൊടി, കുരുമുളക് എന്നീ ലതകൾ, തുളസി, പിച്ചകം, ജാതി തുടങ്ങിയവയും നട്ടുപിടിപ്പിക്കുവാൻ നിർദ്ദേശിക്കുന്നു. പഴയ നാലുകെട്ടുകളിലെ നടുമുറ്റങ്ങളിൽ എത്ര ആദരവോടെയാണ് തുളസിത്തറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. തുളസി ഒന്നു മതി ആ പ്രദേശത്തെ ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയെ അകറ്റാൻ. തുളസിത്തറ ഇടക്കാലം കൊണ്ടുണ്ടായതാണ്. പണ്ട് മുല്ലത്തറയായിരുന്നു. ഒരു പടർന്നു കയറിയ മുല്ല മതി ഗൃഹാന്തരീക്ഷത്തെ നിർമ്മലമാക്കാൻ.
നാട്ടിൻപുറത്ത് വെറ്റിലക്കൊടി നടുന്ന പറമ്പുകളിൽ പേര എന്ന മരം നട്ടുപിടിപ്പിക്കാറുണ്ട്. വെറ്റിലക്കൊടിയിലെ വെറ്റിലപ്പാമ്പ് എന്ന ഉഗ്രവിഷവാഹിയായ കീടം പേരയുടെ സാമീപ്യത്തിൽ അകന്നു പോകുന്നു എന്നാണ് നാട്ടറിവ്. ഓരോ ദേശത്തിന്റെയും സ്വഭാവത്തെ കണക്കാക്കാൻ വൃക്ഷനിരീക്ഷണം ഒരളവ് വരെ സഹായിച്ചിട്ടുണ്ട്. നല്ല ഭൂമിയുടെ ലക്ഷണം പറയുന്ന സമയത്ത് ചന്ദ്രികാകാരൻ പറയുന്നത് ഫലപുഷ്പവൃത്തിഹീജഹ ആഠ്യഹ എന്നാണ്. മാത്രമല്ല, പാലുള്ള മരങ്ങളെന്നും പ്രത്യേകമായി പറയുന്നുണ്ട്. ഭൂമിയിൽ ജലമുണ്ടോ എന്നറിയുവാൻ ഏറ്റവും നല്ല മാർഗം അവിടെ വളരുന്ന വൃക്ഷങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുകയാണ്. ചില മരങ്ങൾ വളരണമെങ്കിൽ ജലസാമീപ്യം തന്നെ ആവശ്യമാണ്. ആയതിനാൽ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമോ എന്ന് വ്യക്തമായിട്ടറിയാൻ സാധിക്കും. വെള്ളത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ആ പ്രദേശത്ത് വളരുന്ന സസ്യങ്ങളെ നോക്കി സ്ഥലത്തിന് നാമകരണം വരെ ശാസ്ത്രം നിർദ്ദേശിക്കുന്നു. മയിലെള്ള്, കടമ്പ്, ദർഭ, മരുത്, ചന്ദനം